ബ്രോ താങ്ക് യു, നന്ദിയുണ്ടേ. ഇത് എനിക്ക് നേരെ വെക്കാൻ പോലും ആവുന്നില്ല എന്ന് തോന്നുന്നു. എന്ത് പറ്റിയാന്തോ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ചെയ്യാൻ വേണ്ട പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ന്യൂയോർക്കിൽ നിന്ന് സ്വാഗതം പറയാണ്. നമ്മുടെ റോഷൻ ബ്രോ എന്തുണ്ട്, സുഖമല്ലേ? കഴിഞ്ഞ ദിവസം റോഷൻ ബ്രോയും നിക് ബ്രോയും കൂടെ എന്നെ അവരുടെ സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് വന്നു. നിക് ബ്രോ മെസ്സേജ് അയച്ചു, ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ നിങ്ങൾ അവിടെ വന്ന് സ്റ്റേ ചെയ്യട്ടെ, കാരണം എനിക്കൊരു ഹോസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ എന്തോ മെന്റലി ഭയങ്കര ഒരു കമ്പാനിയൻ വേണമെന്ന് തോന്നി, ആരെങ്കിലും കൂടെ സംസാരിക്കാനും എന്തൊക്കെയാ. അങ്ങനെ വന്നു. രാവിലെ ആയപ്പം ഇന്നലെ രാത്രി ഉറങ്ങിയില്ല കേട്ടോ, എന്താന്തോ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. വെളുപ്പാകാലമായി, ഉറങ്ങിയില്ല. രാവിലെ എണീറ്റ് ഉറങ്ങാൻ പറ്റുന്നില്ല, വിശക്കുന്നു. രാവിലെ ഞാൻ കുളിച്ചു, കുറച്ച് അവക്കാടോയും നാരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ കേട്ടോ ഉറക്കമൊന്നും വരുന്നില്ല. എനിക്കറിഞ്ഞൂടാ ഈ ഇത്രയും ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആണോ, ബട്ട് എന്തോ ഒരു സുഖമില്ല കേട്ടോ. എന്ത് ചെയ്യാനത്, എനിക്കൊന്ന് തണുപ്പിൻ്റെ അല്ലായിരിക്കും, എനിക്കൊന്ന് വിന്ററിൻ്റെ ആയിരിക്കും. ഇന്നലെ കുറച്ച് തണുപ്പ് നെഞ്ചത്തടിച്ചു, അപ്പം കുറച്ച് അതിൻ്റെ ആയിരിക്കണമെന്തോ അറിയില്ല. സമയം വൈകുന്നേരം 4 മണിയായി. 4 മണിയായപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ഇത്രയും നേരം കിടന്ന് ഉറക്കം വരുന്നു, ഒട്ടും വയ്യായിരുന്നു. ഇപ്പോഴും ഇതാണ്ട് മുഖമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് വയ്യ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. റോഷൻ ബ്രോ എവിടെയാ പോകുന്നത്? നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു മാളിലാണ്, മാളിൽ പോകുമ്പോൾ എൻ്റെ അവസ്ഥ അല്ല. മറ്റേ പനി പിടിച്ച് നിക്ക് ബ്രോ വന്നിട്ടുണ്ട്. നിക്ക് ബ്രോ എവിടെയാ? പുള്ളി ആക്ച്വലി ഇന്ന് ജോലിക്ക് പോലും പോയില്ല കേട്ടോ, പാവം, എനിക്ക് വേണ്ടി. പക്ഷെ ഞാനിവിടെ വയ്യാതെ കിടന്നുറങ്ങുമായിരുന്നു. മോർണിംഗ് അല്ല, സോറി ഈവനിങ്. രാവിലെ നമ്മള് ഹൈക്കിനൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, എല്ലാം പോയി. എല്ലാം എൻ്റെ വയ്യാത്ത കാരണം. ഇവിടെ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ് എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ഉള്ള ഒരു നൈബർഹുഡ് ഏരിയ ആണ് കേട്ടോ. രണ്ട് വീടുകള്, സംഭവങ്ങള്, ഫുൾ അപ്പാർട്ട്മെന്റ്സ് അല്ലേ. ഇൻഡിപെൻഡന്റ് വീടുകളല്ല, കൂടുതലും അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഏരിയ. ഇവിടെ എല്ലാം ഇന്ത്യൻസ് ഒക്കെയാ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആണല്ലേ. ബേസിക്കലി യുഎസില് ഇന്ത്യൻസ് ആണ് കൂടുതൽ. അല്ല സോറി മെക്സിക്കൻസ് ആണ് കേട്ടോ കൂടുതൽ. ഈ ഏരിയയില് ഇന്ത്യൻസാ കൂടുതൽ. ഈ ഏരിയയിൽ ഇന്ത്യൻസ്, ഇനി പോകുന്ന ഏരിയയിലും ഇന്ത്യൻസാ കൂടുതൽ. നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ ഒന്നും ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ കുറച്ച് അവക്കാടവും മുന്തിരി, ബ്ലൂബെറീസും പിന്നെ കുറച്ച് ഓറഞ്ചും മാൻഡറിനും കഴിച്ചതാ. നമ്മള് ലോങ് ഐലൻഡിൽ നിന്ന് നമ്മളെ ന്യൂയോർക്ക് ഭാഗത്തോട്ട് പോവാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ വൈകുന്നേരം, ഈ ജോലി കഴിഞ്ഞ് പോകുന്നവരായോണ്ട്. ഫുള്ള് ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെ വന്നു? ഇതാണോ പാർക്കിങ്ങിന്റെ? എന്താ രണ്ട് ആക്രി സാധനങ്ങൾ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ ഇതെല്ലാം പോയി കിടക്കും, ഇട്ടിട്ട് കാര്യമില്ല. ഇതിൽ നമ്മൾ 5 സെന്റ്, 10 സെന്റ്, 25 സെന്റ് ഇതെല്ലാം പോയി കിടക്കുവാണെന്നോ പാർക്കിങ്ങിന്റെ. ഫുഡ് കഴിക്കാൻ വേണ്ടി അതൊരു കറാച്ചി ആദയിൽ വന്നു. കറാച്ചി ആട. ഇവിടെ വന്നിട്ട് ഒരു ബിരിയാണി, എൻ്റെ അമ്മ 3 പേരുള്ള ബിരിയാണി. ഇവിടെ അല്ലാതെ സെപ്പറേറ്റ് ബ്രെഡ്, കടായി ചിക്കൻ. കുറച്ച് ഹെവി ആയിപ്പോയി അല്ലേ? ഹെവിയോടെ ഹെവി. എനിക്ക് ആക്ച്വലി കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഭയങ്കര ഒരു പൂതിയുണ്ട് കേട്ടോ കഴിക്കണം എന്തെങ്കിലും. എന്താ വയ്യാത്തോണ്ടുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷെ എങ്ങനെയാന്ന് കേട്ടോ ഇപ്പം നമ്മൾ കടായി ചിക്കൻ വെച്ച് തുടങ്ങാം. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടോ ഞാൻ കേട്ടോ. താങ്ക് യു ബ്രോ. പ്രശ്നമില്ല, എല്ലാവർക്കും ആരെങ്കിലും കാണുമോ? സത്യം. ഞാന് നമ്മുടെ എലീസിന്റെ അടുത്ത് ആരുടെ എന്തോ പറയായിരുന്നു കേട്ടോ. അയ്യോ, അതായത് ഞാൻ എവിടെ വെച്ച് പനി വന്നാലും എന്ത് വന്നാലും എനിക്ക് ആരെങ്കിലും കാണും കേട്ടോ. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇപ്രാവശ്യം വയ്യാതെ വന്നപ്പം ഇവരാണ് വന്നത്, കണ്ടില്ലേ? ആരെങ്കിലും ഉണ്ടാവും എനിക്ക്, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. അത് പണ്ട് മുതലേ പനി വരുമ്പോഴൊക്കെ ഞാൻ ഈ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ പനി വരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി എവിടെയെങ്കിലും എത്തിയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ. നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. എത്ര രൂപ ബ്രോ? എൻ്റെ 107 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 9,000. ഇത് കൂട്ടിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി $16. അതെന്താ സംഭവം? ടിപ്പാണ് ബേസിക്കലി. ഇവിടെ ടിപ്പ് കൊടുക്കണം, ടിപ്പ് കൊടുക്കണം, കമ്പൽസറിയാണ്. അതിന്റെ കൂടെ അഡീഷണൽ 10 രൂപ ടിപ്പ് നമ്മളല്ല കൊടുക്കും. ഇവിടെ ടിപ്പ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 16 ടിപ്പ് അവർ ഓൾറെഡി
ബില്ലി കൂടെ എടുത്തിട്ടുണ്ട്. 10 ടിപ്പ് അല്ലാതെ നമ്മൾ എക്സ്ട്രാ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഒരു മാളിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഇതൊരു യമനി കടയാണ് കേട്ടോ. ഇവിടെ ധാരാളം അറബ്സ് ഉണ്ട്. യമനീസൊക്കെ ധാരാളം യൂസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നിൽക്കുന്ന ഈ ന്യൂയോർക്കിൽ ഞാനിപ്പോൾ ന്യൂയോർക്ക് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂയോർക്ക് സിറ്റിയിലല്ല, മാൻഹട്ടൻ ഭാഗമാണ് സിറ്റി. ഇപ്പോൾ ലോങ് ഐലൻഡാണ്. ബട്ട് ഈ ഒരു ഭാഗമാണ് ആക്ച്വലി കൂടുതൽ ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള അറബ്സ് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻസ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് ധാരാളം കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വിചാരിക്കായിരുന്നു നമ്മുടെ മംതാനി ജയിച്ചില്ല. മംതാനി ജയിച്ചതിൻ്റെ കാരണം തന്നെ ഇവിടെ കൂടുതലൊരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് കുറേ ആളുകൾ മംതാനിയെ പല ആസ്പെക്റ്റിൽ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതൊക്കെ കൊണ്ടാണ്. അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള മംതാനി വേറൊരു സ്റ്റേറ്റിൽ പോയാൽ എനിക്ക് തോന്നുന്നില്ല വിജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന്, അല്ലേ? നിങ്ങളെല്ലാം ഓൻ്റെ സപ്പോർട്ടേഴ്സാണ്. ബ്രോ എടുക്കത്തെ സപ്പോർട്ടാണ് കേട്ടോ മംതാനി. പുള്ളിയുടെ വോട്ടിംഗ് സമയത്ത് ഇവനെ പോയി ആൾക്കാർക്ക് ഫ്ലക്സും എല്ലാം കൊടുക്കുമായിരുന്നു. പുള്ളി ആക്ച്വലി മംതാനിക്ക് വേണ്ടി ഇലക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മംതാനിക്ക് വേണ്ടി അവരുടെ വീടുകളിലൊക്കെ പോയിട്ട് കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ മംതാനിനെ അടുത്ത നെക്സ്റ്റ് ജനുവരി തൊട്ടാണ് ഇവിടുത്തെ മേയർ ആവുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ ഏതോ മലയാളിയുടെ കാറാണെന്ന് തോന്നുന്നു. മിസ്റ്റർ മല്ലു കഴിയുന്നു. നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. എന്നെ കെയർ ചെയ്ത് രണ്ടുപേരും കൊണ്ട് നടക്കുവാണ് കേട്ടോ. സിനിമയിൽ കിടന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ മോൻ കഴിപ്പിക്കുന്നത്. നമ്മള് മറ്റേ ഹിന്ദി സിനിമ ഉണ്ട്. ഏത് സിനിമ? ദേവദൂതനോ? ദുരന്തൻ. രൺവീർ സിംഗിന്റെ ദുരന്ത സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ആക്ച്വലി മലയാളം സിനിമ ബബ്ബ കാണാൻ വേണ്ടി പോകേണ്ടതാണ് കേട്ടോ. അത് ക്യാൻസലായി. തിയേറ്റർ കാണിച്ചില്ല എന്ന് കണ്ട ഈ കാണുന്നതാണ് കേട്ടോ. ഒരു അമേരിക്കയിലെ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇതാണ് കേട്ടോ. ആക്ച്വലി അത്യാവശ്യം നല്ല സിറ്റിങ്ങും സംവിധാനവും കേട്ടോ. എത്ര രൂപ ബ്രോ ടിക്കറ്റ് ആയത്? കഴിഞ്ഞ ദിവസം നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ തണുപ്പ് ബ്രോ. റോഷൻ ബ്രോ, ഇന്ന് പതിവില്ല, വലിയ തണുപ്പില്ല, നല്ല ക്ലൈമറ്റ് ആണ്. ഇന്ന് സണ്ണിയാണ് കേട്ടോ. ഇന്ന് സണ്ണിയുടെ ദിവസമാണ്. രാവിലെ കണ്ടില്ലേ? ഇന്നലെ ഞാനിവിടെ ഇറങ്ങി കാണിച്ച അതുപോലെയല്ല, ഇന്ന് ഫുള്ള് സണ്ണി. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇല്ലാതെ. പിന്നെ എനിക്ക് കുറച്ച് ആരോഗ്യം വീണ്ടും വന്നു. ചേതാണ് ചേച്ചിയല്ലേ? ഞാൻ നമ്മുടെ നിക്ക് ബ്രോൻ്റെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി നമ്മളെ പിക്കാൻ വേണ്ടി വന്നു. ചേച്ചി ഇതിൻ്റെ ഇടയിൽ ചേച്ചി ഡു യു വാണ്ട് ടു സേ ഹായ് ഇൻ ദ വീഡിയോ? ഓക്കെ ഹായ് ചേച്ചി. എനിക്ക് വേണ്ടി തുറന്നാണോ? ചേച്ചിയുടെ പേരെന്താ? റിയ. നൈസ് ടു മീറ്റ് യു. അടിപൊളി, സുഖം. ഇത് നമ്മുടെ അങ്ങനെ നമ്മുടെ ചേച്ചിയുടെ കൂടെ നമ്മുടെ നിക് ബ്രോന്റെ വീട്ടിൽ വന്നു. ചേച്ചി താങ്ക് യു. ചേച്ചിയാണോ പറഞ്ഞേ കാറ് വൃത്തിയില്ലാന്ന്? ചേച്ചി റോഷൻ ബ്രോയുടെ അടുത്ത് വിളിച്ചിട്ടാ കാറൊന്നും വൃത്തിയില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, പുതിയ കാർ എടുത്തിട്ട് പോയി ബുക്ക് ചെയ്ത് പുതിയ കാർ കൊണ്ടുവരാനുണ്ട്. ഞാൻ വീട്ടിൽ വന്നു. ആനിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ കേരള കിച്ചണിൽ നിന്ന് എന്തോ വാങ്ങിച്ച ഊണ്. പക്ഷെ ഊണിൽ മീറ്റ് സംഭവമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ നിക് ബ്രോന്റെ അമ്മ. ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? ആന്റി നാണെന്ന് പറഞ്ഞാൽ ആന്റി മഹേന്റെ വണത്തെ എനിക്ക് പറയാൻ ഏറ്റവും വലിയ ഫാനാന്ന് പറയും. അതുപോലെ ഇവിടെ ഞാൻ മാഹിന്റെ ഫാനാണ്. ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ട് എന്ന് യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഞാൻ കാണുന്നുണ്ട് മാഹിന്റെ. എനിക്കൊന്ന് നിക്ക് ബ്രോനോലും എന്നെ അങ്ങനെ പരിചയമില്ലായിരുന്നു. അമ്മയാണ് കേട്ടോ, ആന്റിയാണ് പറഞ്ഞു കൊടുത്തത് ആക്ച്വലി. താങ്ക് യു കേട്ടോ എന്നെ ഇവിടെ വിളിച്ചതിലും. ആന്റി രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി രാത്രി മൂവിക്കൊക്കെ പോകാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് ലാസ്റ്റ് പിന്നെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ എനിക്ക് വേണ്ടി താണ്ടെ ചേച്ചി പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. യു വാണ്ട് ടു സേ ഹായ്? ഇത് സ്റ്റെഫി. സോറി സ്റ്റേസി. ഇത് കസിനാണ് കേട്ടോ, നിക് ബ്രോന്റെ കസിനാണ്. നൈസ് ടു മീറ്റ് യു. ഇന്ന് ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ? ജോലി വീട്. ഓക്കെ, എങ്ങനെയുണ്ട് തണുപ്പ് ഇതൊക്കെ? നാട്ടിൽ പോയിട്ട്
നാട്ടിൽ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഇവിടെ നിന്നിട്ട് അങ്ങ് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ചൂടാതെ പോലും നമുക്ക് എന്നാ ചോദിക്കാൻ നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്നതാ. എന്നാലും ഇവിടെ കുറെ നാള് ഈ തണുപ്പ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നെ ഒന്നും പറയുന്നില്ല. അല്ല, ഇത്രയും നേരം വാതോരാതെ പറഞ്ഞതാ, പെട്ടെന്ന് ക്യാമറ വന്നപ്പോ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതാണ് ആ മെറ്റാ ക്ലാസിന്റെ ഗുണം അല്ലേ? മെറ്റാ ക്ലാസ് വാങ്ങിച്ചു വെച്ചാൽ അപ്പൊ അറിയത്തില്ലായിരുന്നല്ലോ. ഇത് ഭയങ്കര നാണക്കാരിയാ. ഞാനിവിടെ മുട്ട, ഈ തോരൻ, പിന്നെ അവിയൽ, പിന്നെ ഇത് ബീഫ്, ഇത് ചിക്കനാണെന്ന് തോന്നുന്നു, പിന്നെ ചമ്മന്തി ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ചെറിയൊരു ഊണ്. ഞാൻ ചേച്ചി എനിക്ക് എന്തോ ഒരു മൊയ്റ്റാണോ എന്തോ ഒരു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി തന്നു. കൊള്ളാം കേട്ടോ. ഇവിടെ ലവ്ലോലിക്ക് അച്ചാറ്, മാങ്ങ അച്ചാറ് ആന്റി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. എന്താ പറയാ, ആന്റി വന്ന ഉടനെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു കരോളിന് എവിടെ, കരോൾ എവിടെ? ബ്രോൻ അറിഞ്ഞൂടല്ലോ കരോള. ആന്റിയുടെ അടുത്ത് വേണമെങ്കിൽ ചോദിച്ചു എന്നെ കുറിച്ച് കേട്ടോ. ആന്റിക്ക് അറിയാം എന്നെ കുറിച്ചല്ല. അത് ഞാൻ എല്ലാരും എനിക്ക് നാളെ വരല്ലേ എല്ലാരും സംസാരിക്കും പുള്ളിക്കാരന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന പുള്ളിക്കാരൻ കെട്ടാനിരിക്കുന്ന ആളാണെന്ന് കമന്റ് സെക്ഷനിൽ പറയണ കേരളത്തിലുള്ള എല്ലാരും പറയുന്നതാ. പിന്നെ വീട്ടുകാർ പോലും പറഞ്ഞിരുന്നതാ. എനിക്കറിയത്തില്ല. ഞാൻ പറയാം. താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിലല്ല. താങ്ക് യു കേട്ടോ. അയ്യോ താങ്ക് യു ആന്റി. പോയിട്ട് വരാമേ. അങ്ങളുടെ അടുത്ത് പറയണം. നീ വരണം കേട്ടോ. തീർച്ചയായിട്ടും വരും. ഫോട്ടോ തന്നെ. ശരി ടാറ്റാ. ഇപ്പൊ ഉണ്ടായിരുന്നു. ശരി, എന്നെ വിളിച്ചു പറയണേ. ടാറ്റാ. താങ്ക് യു. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് സ്റ്റോപ്പ് സൈൻ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് വേണം. ഓക്കെ വാ, ഐ വിൽ ഫോളോ യു. വണ്ടിയുടെ ഇടക്കൂടെ ഇങ്ങനെ നടക്കുക. ഓ ആന്റി എന്തൊരു സ്നേഹമല്ലേ. അയ്യോ ആ സത്യം പറയാലോ, എനിക്കെന്തോ ഭയങ്കര സ്നേഹം കേട്ടോ. ഒരു സ്പെഷ്യൽ സ്നേഹം എന്ന് പറയൂലേ. ഓ ഞാൻ നെക്സ്റ്റ് തവണ വരുമ്പോൾ എന്തായാലും ആൻറ്റിയെ കാണാൻ വേണ്ടി വരും. എന്തായാലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ അടുത്ത് ഭയങ്കര എന്തോ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ എന്തോ ഭയങ്കര നമ്മളെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ പോലെ കേട്ടോ. ഭയങ്കര രസമാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആൻറ്റിയായിരുന്നു. ആൻറ്റി കുറേ സംസാരിച്ചല്ലേ. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ അതൊക്കെ വീഡിയോ എടുക്കണമായിരുന്നു. ഫസ്റ്റ് ഞാൻ കയറി വന്നപ്പോൾ ആൻറ്റിയുടെ ഒരു സന്തോഷം അതൊക്കെ വീഡിയോ എടുക്കണമായിരുന്നു. ബട്ട് വാട്ട് എവർ. അപ്പോൾ നമ്മളിനി സിറ്റിയിലോട്ട് കറങ്ങാനായിട്ട് പോവുകയാണ്. ഈ കാണുന്ന ഇവിടെ നിന്ന് നമ്മൾ ഇനി എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. ഏതൊരു നാഷണലിസ്റ്റ് അമേരിക്കൻ്റെ വീടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇതാണ്ട് ഫ്ലാഗൊക്കെ അല്ലേ. മൂപ്പര് വലിയ അമേരിക്കനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ എനിക്കൊന്ന് ട്രംപിന്റെ ഫാൻ ആയിരിക്കും അല്ലേ. ട്രംപിന്റെ ബോർഡ് കാണണ്ടേ? ട്രംപിന്റെ ബോർഡ് കാണേണ്ടായിരുന്നു. അമേരിക്കൻ എഴുതിയിരിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് അമേരിക്ക. പാട്രിയോട്ടിക് ആണ്. ഇവിടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കര പാട്രിയോട്ടിക് ആണ്. പിന്നെ അമേരിക്ക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ലാൻഡ് ഓഫ് ഫ്രീഡം എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിലുള്ള കുറേ ആളുകളുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. അമേരിക്ക മാത്രമാണ് വൺ ഓഫ് ദ ഫ്രീഡം ആയിട്ടുള്ള കൺട്രി എന്ന്. അതറിയാമോ? അമേരിക്ക മാത്രമാണ് ലോകത്തുള്ള വൺ ഓഫ് ദ ഫ്രീഡം കൺട്രി. ശരിക്കും അതല്ല സത്യം. അതാണ് ഇവിടെയുള്ള കുറേ അമേരിക്കൻസിൻ്റെ വിചാരം. പിന്നെ വേറൊരു കാര്യം, അമേരിക്കൻസ് ഫേമസ് ആയിട്ടുള്ളതിൽ വേറെ ഒരു വലിയൊരു സംഭവമുണ്ട്. അതായത് അമേരിക്കൻസ് മിഡിൽ ഈസ്റ്റിനെ വിളിക്കുന്നത് ഒന്നുകിൽ വാറ് അല്ലെങ്കിൽ ഗ്യാസ്. യൂറോപ്പിനെ വിളിക്കുന്നത് ഇത്. അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയെ വിളിക്കുന്നത് ടെക്ക് ഐ ടി എഞ്ചിനീയേഴ്സ്, ഐ ടി ഫീൽഡ് പീപ്പിള്. അപ്പോൾ ഈ അമേരിക്കൻസ് ആക്ച്വലി ഞാൻ എല്ലാവരും ജനറലൈസ് എന്ന് പറയുന്നില്ല, ബട്ട് പൊതുവെ അവർക്ക് ഏഷ്യൻസിനെ അല്ലെങ്കിൽ ലോകത്തിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വളരെ കുറവാണ് കമ്പയർഡ് ടു യൂറോപ്യൻസ്. അതുകൊണ്ട് അമേരിക്കൻസിന് എപ്പോഴും പല ഈ സോഷ്യൽ മീഡിയയിലോ ഇതിലൊക്കെ ട്രോൾ ചെയ്യുന്ന ഒരു വലിയൊരു സംഭവം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നാട്ടിലോ? അല്ല, കുറച്ച് ആളുകൾ കഴിഞ്ഞിട്ട്. His sister just got married recently, so he's waiting 2 more years. അറിയാം ഉള്ളവരൊക്കെ. നമ്മൾ രണ്ട് അമ്മൂമ്മമാരൊക്കെ. അമ്മൂമ്മയാണോ?
ആന്റിമാരെ, സോറി, നമ്മൾ 2 ആന്റിമാരെ കണ്ടതാണ്. എന്ത് ക്യൂട്ട് കേട്ടോ. മോനെ മോനെ മോനെ, തണുപ്പാണ്, സൂക്ഷിച്ച് നടക്കണേ, പ്രാർത്ഥിക്കണം മോനെ. ഭയങ്കര ക്യൂട്ടായിരുന്നു. പ്രാർത്ഥിക്കണം മോനെ എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ ഒരു മലയാളികളുടെ നമ്മളെപ്പോഴും ഭയങ്കര ക്യൂട്ട്. അവര് നിങ്ങളെ സേഫായിട്ട് എത്തണം. തന്നെ പറഞ്ഞില്ല, മാഹിയനെ കുറിച്ച് മെക്സിക്കോ പോകുന്ന പറയുമ്പോൾ അവർക്ക് അതൊക്കെ വലിയൊരു കാര്യം. ഈവൻ സിറ്റിയിൽ പോലും ഇവിടുന്ന് പോകുന്ന വലിയൊരു കാര്യമായിട്ട് അവർ കാണും. സൂക്ഷിക്കണം, പുറത്തിറങ്ങരുത്. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി മെട്രോ എടുക്കാൻ വേണ്ടി, സബ്വേ എടുക്കാനായിട്ട് ഉള്ള പോക്കാണ്. ഇവിടുത്തെ ഒരു മിഡിൽ സ്കൂളാണ് കേട്ടോ. ഈ മിഡിൽ സ്കൂളിൻ്റെ ഈ സ്കൂളുകളുടെയൊക്കെ അടുത്തായിട്ട് കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരാൾ, ട്രാഫിക് പോലീസ് പോലെ ഒരാൾ നിൽക്കും. അമേരിക്കയിൽ കൂടുതൽ പബ്ലിക് സ്കൂളുകളാണ്, ഗവൺമെൻറ് സ്കൂളുകളാണ്. ഇതൊക്കെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടി കണ്ടില്ലേ, പുൽക്കൂടും അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ബട്ട് ഇത് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ മാത്രമേ കാണുള്ളൂ. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുടെ വീട്ടിലും ഹിന്ദുക്കളുടെ വീട്ടിലും കാണുന്ന പോലെ ഇവിടെ അങ്ങനെ കാണാൻ സാധിക്കില്ല, അല്ലേ? അതിനൊക്കെ നമ്മുടെ നാട് തന്നെ, നമ്മുടെ നാട്ടിലെ കരോളൊക്കെയാണ് ഏറ്റവും സത്യം, അല്ലേ? നമ്മുടെ നാട്ടില് മതബന്ധമേതെ നമ്മൾ കരോളിൽ ചേരിയല്ലേ അവിടെ. പക്ഷേ ഹിന്ദു മുസ്ലിം അങ്ങനൊന്നും ഇല്ലല്ലോ. ക്രിസ്ത്യൻ എല്ലാവരും ഒന്നിച്ച് കരോളിന് പോവുകയും അതൊക്കെയല്ലേ. അതൊന്നും ഇവിടെ കാണാൻ പറ്റൂല. അത് കറക്റ്റാ. നമ്മൾ LIRR എന്ന് പറയുന്ന ലോങ് ഐലൻഡിൽ നിന്നുള്ള ഒരു ട്രെയിൻ എടുക്കാൻ വേണ്ടി പോവാണ്. ലോങ് ഐലൻഡ് റെയിൽ റോഡ്, അതിൻ്റെ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് പോവാണ്. ഇപ്പം പോകുന്നത് MTA ട്രെയിനാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ പോയത് ഇവിടുത്തെ വേറൊരു ലോങ് ട്രെയിനാണ് കണ്ടത്. സമയം 3 മണിയായി. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ സൺസെറ്റ് വരും. കാരണം ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വളരെ കുറച്ച് ഡേ ടൈം മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ആയതുകൊണ്ട് താണ്ട ഒരാൾ ക്രിസ്മസ് ഇതൊക്കെ വെച്ചിട്ട്, കാറ്റടിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലോ. നിർത്തിയില്ലല്ലോ. ബ്രോനും ഇതിനെക്കുറിച്ച് അറിവില്ല അല്ലേ? അയ്യോ, പെട്ടെന്ന് വാ ബ്രോ. അയ്യോ, ട്രെയിൻ വന്നങ്ങ് ദൂരെ കൊണ്ട് നിർത്തി. ഇതാണ് കേട്ടോ നമ്മുടെ LIRR. നമ്മൾ വീണ്ടും വേറൊരു ഇതിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ജമൈക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ജമൈക്ക എന്ന് പറഞ്ഞത് ഞാൻ നമ്മുടെ JFK എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് ജമൈക്കയിൽ വന്നിട്ടാണ് കേട്ടോ ഞാൻ മറ്റേ മെട്രോ സാധനം എടുത്തിട്ട് പോയത്. ഇവിടെ ഒരു ചെറിയൊരു പള്ളി, ഈ കാണുന്നൊരു പള്ളി. ട്രെയിൻ ഓൾറെഡി എടുത്തു. നമ്മൾ വീണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് വേറെ ഇതിലോട്ട് കയറി. പേടിയായോ? ബ്രോ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ കൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ആദ്യമായിട്ട് MTR എടുക്കാൻ വേണ്ടി പോകണം. ബ്രോ ട്രസ്റ്റ് മീ, വാ എന്നോട് വാ, പേടിക്കണ്ട, വാ. ബ്രോന് പേടിയില്ല, പേടിക്കണ്ട, വാ എൻ്റെ കൂടെ വരൂ. നമ്മൾ വേറെ ന്യൂയോർക്ക് സബ്വേ ഭയങ്കര പ്രറ്റി ഫേമസ് ആണ് കേട്ടോ. ന്യൂയോർക്ക് സബ്വേ ഭയങ്കര ഫേമസ് ആണ്. ചില സമയത്ത് ന്യൂയോർക്ക് സബ്വേയിൽ ഉള്ള ഇൻട്രസ്റ്റിംഗ് ആളുകൾ കാരണം ഭയങ്കര ഫേമസ് ആണല്ലേ. ഭയങ്കര തിക്കും തിരക്കും ഭയങ്കര ആളുകളും പിന്നെ പഴയ ഒരു സബ്വേ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള അമേരിക്കയിലെ ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. നോ, ഞാൻ $1 കീ ചെയിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. $1 മാത്രമേ ദൂരം നിന്ന് കണ്ടോളൂ. കീ ചെയിൻ എന്ന് ഇപ്പോഴാണ് കണ്ടത്. ഞാൻ വിചാരിച്ചു ഇതിന് $1 എന്ന്. എന്താ ബ്രോ പാനിക്കായിട്ട് നടക്കുവാണ് കേട്ടോ. ബ്രോനെ കൊണ്ടുപോകുന്നത് ഞാൻ പറയാം, പേടിക്കണ്ട ഞാൻ കൊണ്ടുപോകാന്ന് കേട്ടോ. ബ്രോന് ഒരു സ്ഥലം അറിഞ്ഞുകൂടാ, അത് ഞാൻ ഇപ്പം മനസ്സിലാക്കി. ഇവിടെ പോകുന്ന വഴിയിൽ നമുക്ക് ഇതുപോലത്തുള്ള കുറേ ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ സെറ്റ് ഷർട്ടുകൾ, ന്യൂയോർക്ക് എന്ന് എഴുതിയിട്ടുള്ള കുറേ സെറ്റ് ഷർട്ടുകൾ, കുറേ സംഭവങ്ങൾ കാണാം. ആ കാണുന്നതാണ് നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ഹിസ്റ്ററി പറയണോ? ഹിസ്റ്ററി പറയുന്നത് വെച്ചാൽ 1888 കാലങ്ങളിൽ ഉണ്ടാക്കിയപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജായിരുന്നു. 1.2 മൈൽസ്, അതായത് 1.8 കിലോമീറ്റർ ദൂരമുള്ള ബ്രിഡ്ജാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ ഏരിയ ആണ്. മാൻഹട്ടൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സെൻട്രൽ ഭാഗവും ഈ
ബ്രൂക്ലിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ ആളുകളെയും തിരക്കുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ കയറുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കും. നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പോകുന്നതിന് മുന്നേ ആയിട്ട് അതിന് മുന്നേ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു സ്ഥലമുണ്ട്. അതായത് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ തൊട്ട് പാരലൽ എന്ന് വേണമെങ്കിൽ പറയാം, വേറൊരു ബ്രിഡ്ജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സബ്വേയും ബ്രിഡ്ജൊക്കെ ഉള്ളതാണ്. അത് ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്ന് ചിത്രം എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്ന ആളുകളുടെ ഒരു തിരക്കാണ് കേട്ടോ. കണ്ടോ, ഈ കാണുന്നത് ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ വന്ന് നിൽക്കുന്ന ഒരു തിരക്കാണ് ഈ ഒരു ഏരിയ. കണ്ടോ, ഇവിടെ കുറേ ചിത്രകാരന്മാരുണ്ട്, ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ്. ഈ ഒരു സാധനം കാണാനാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഇവിടെ നിൽക്കുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് അല്ല, ഇത് വേറൊരു ബ്രിഡ്ജാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് ചിത്രങ്ങൾ എടുക്കാനും അതുകൊണ്ട് ഓരോ കപ്പിൾസൊക്കെ വന്ന് ചിത്രങ്ങൾ എടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇത് ഇവിടെ നിന്ന് ഇടയ്ക്ക് വെച്ച് കാണാനായിട്ട്. എനിക്കാരുമില്ല, എൻ്റെ കൂടെ എൻ്റെ വന്ന ആള് കറങ്ങി കിടക്കും. എവിടെ പോയി? വഴി അറിഞ്ഞുകൂടാതെ വന്ന് കറങ്ങി കിടക്കുന്ന പോലെ നടക്കുന്നുണ്ടല്ലേ. റോഷൻ ബ്രോ വാ, നമുക്കൊരു കപ്പിൾ പിക്ക് എടുക്കാം. എല്ലാരും കപ്പിൾസാ, നമ്മൾ കപ്പിളല്ലല്ലോ. അതുപോലെ നമുക്ക് മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എടുത്തിട്ട് അത് മാത്രം ബിസിനസ് ആക്കാൻ വേണ്ടിയുള്ള കുറേ ചിത്രകാരന്മാർ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് ഇരിക്കാനുള്ള സ്ഥലമാണോ, കോഫി ഷോപ്പുകളുടെ പുറത്ത് സീറ്റൊക്കെ ഇട്ടിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഈ ഒരു സ്ഥലം മാത്രം കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്ര പേരാ വന്നിരിക്കുന്നത്. ഇവിടെ buy wheat from woman. Oh, okay. Do that. Why is that? Why? Because women have better wheat, of course. All the wheat. Why not men? I buy wheat for men too. They're nice too. Okay. I buy wheat from everybody. That's right. Enjoy. Happy Christmas. പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത് പെൺകുട്ടികളെന്ന് വീട് വാങ്ങാനാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പെൺകുട്ടികളെന്ന്, ആൺകുട്ടികളുടെ അടുത്ത് നല്ല വീടില്ലേ എന്ന്. കഞ്ചാവ് വിൽക്കുന്നതാണ് കേട്ടോ. നമ്മുടെ നേരത്തെ മെൻഷൻ ചെയ്ത ബ്രൂക്ലിൻ ബ്രിഡ്ജിലോട്ട് നടന്ന് കയറുവാണ്. നടക്കാനായിട്ടും നമുക്ക് ബൈസൈക്കിൾ പാത്തെല്ലാം ഈ ഒരു ബ്രിഡ്ജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇമിഗ്രൻസ് ആയിട്ട് അമേരിക്ക എന്ന് പറയുന്ന ഹോപ്പിൽ വരുന്ന ആൾക്കാരുടെ എല്ലാം ഒരു ഹോപ്പ് സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അങ്ങനെ പ്രസിദ്ധവും കൂടിയാണ് ഈ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജ്. നമുക്ക് ബ്രിഡ്ജിൻ്റെ നടുക്കൂടെ നടന്നു പോകാനുള്ള ഒരു വലിയ സൗകര്യമുണ്ട്. അതിലേക്കൂടെ വണ്ടി പോകുന്ന സ്ഥലവും ഇതിലേക്കൂടെ വണ്ടി പോകുന്ന സ്ഥലമാണ്. കാണുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ ന്യൂയോർക്ക് സിറ്റി കാണുന്ന ഹെലികോപ്റ്റർ റൈഡ്. 10-15 മിനിറ്റ് നമുക്ക് പൈസ കൊടുത്താൽ ന്യൂയോർക്ക് നഗരം വള്ള് ആകാശത്ത് ഇതുപോലെ ഹെലികോപ്റ്ററിൽ ചോപ്പറിൽ പോയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്രൂക്ലിൻ ബ്രിഡ്ജ് അതിൻ്റെ നടുക്കൂടെയാണ് ഇപ്പം നമ്മൾ നടന്നു പോകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് അതിലേക്കൂടെ കാറ് പോകുന്നതും ഇപ്പുറത്ത് വശത്തായിട്ട് കാറ് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ഇന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ബ്രോ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ചളി അടിക്കുന്നുണ്ട്? പറ ക്യാമറയുടെ മുന്നേ പറ. तेरी आंखों की खजाने में छुपा का वो मुसाफिर का दरिया और तेरी दिल की खजाने में वो दरिया का नमक. ചാർലിയോട് സിനിമയുടെ ഡയലോഗാണ്. ഇൻട്രോ ഡയലോഗ്. ദാറ്റ് മീൻസ് കടല് പോലെയാണ് യാത്രകൾ ഇനിയും. അങ്ങനെ അടിപൊളി. അപ്പോൾ ഈ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ സ്പൈഡർമാൻ്റെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാനെ പോലെ ഇരിക്കുന്നുണ്ടോ കുറേ പേര്. പിന്നെ മാത്രമല്ല നമ്മുടെ ഗോവർദ്ധൻ വന്ന് മീറ്റ് ചെയ്ത എവിടെയാണോ L2 എമ്പുരാനകത്ത് സ്മോൾ ഷോട്ട്. അത് ഒരു ഐലൻഡിൽ വെച്ചെടുത്ത് വൺ ഓഫ് ദി ബ്രിഡ്ജസ് ഫ്രം എനിക്കൊന്ന് ഇതോ ആണെന്ന് തോന്നുന്നു. ഇതിലേതോ ബ്രിഡ്ജാണ് കേട്ടോ നമ്മളെ ഷോട്ട്. അവരിങ്ങനെ ഹെലികോപ്റ്ററിൽ ആരട്ടം കയറി പോകുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇതോ അല്ലെങ്കിൽ അതോ ഏതോ ആണ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പോയി നിങ്ങൾക്ക് കാണിച്ചു തന്ന ബ്രിഡ്ജ്. നല്ല രസമുണ്ട്. അടിപൊളി കേട്ടോ. ഇവിടെ കണ്ടോ, ഈ കാണുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ഈ സാധനം കണ്ടോ, സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇപ്പം എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വലിയ
സസ്പെൻഷൻ ബ്രിഡ്ജ് ഇവിടെ അല്ല. ഇത് ഉണ്ടാക്കിയ സമയത്ത് 1800 കാലഘട്ടം 888 കാലഘട്ടത്തിൽ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ്. നമ്മുടെ ഹോഴ്സ് ഇത് സർക്കിൾ ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മൾ ഈ പാലം കയറി നേരെ പോകുന്നത് നമ്മുടെ മാൻഹട്ടൻ എന്ന് പറയുന്ന ഡൗൺ ടൗൺ ഭാഗത്താണ്. ഇത് നേരെ കയറി പോകുന്നതും നമ്മുടെ ഡൗൺ ടൗൺ ഭാഗത്താണ് കേട്ടോ. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ലൂസിഫറിലുള്ള ഭാഗം, നമ്മുടെ എമ്പുരാനിലുള്ള ഭാഗം. ഇതിലൊരു കോമഡി ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ഐലൻഡ് ഇല്ലേ, ഈ കാണുന്ന പുൽമേടില്ലേ, ഈ പുൽമേടിലാണ് ഞാൻ ന്യൂയോർക്കിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അത് ഈ എമ്പുരാനിലെ ഇതായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പം എയർപോർട്ടിൽ നിന്ന് തന്നെ മഞ്ഞ് കണ്ടപ്പം എന്റെ കിളി പോയി. ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു സത്യമായിട്ടും. ഇവിടെ ഈവനിങ് ആയപ്പോൾ കുറേ ആൾക്കാർ കുറേ ഇതുപോലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ പല സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ പണ്ടത്തെ ന്യൂയോർക്കിലെ ആ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജ് സമയത്ത് ഉണ്ടാക്കിയപ്പോൾ ഉള്ള ഒരു നെയിം പ്ലേറ്റ് ആണ് നിങ്ങൾ കണ്ടത്. നമ്മളിനി ബ്രിഡ്ജിൻ്റെ ഏകദേശം പകുതി ഭാഗമെത്തി. ഇനി അങ്ങോട്ട് ആ കാണുന്നതെല്ലാം നമ്മുടെ മാൻഹട്ടൻ റീജിയനാണ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മാൻഹട്ടൻ റീജിയനിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് തിക്കും തിരക്കുമാണ് കേട്ടോ ആളുകൾ. പിന്നെ അങ്ങോട്ട് നമുക്ക് ധാരാളം ബിൽഡിങ്ങുകളും സംഭവങ്ങൾ കാണാം. ഇവിടെ കുറേ ആളുകൾ ഈ സ്ഥലത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാണോ എന്തോ എനിക്കൊന്ന് അവരുടെ എന്തെങ്കിലും ഹോപ്പിന് വേണ്ടി ആയിരിക്കണം. പിന്നെ ഇതൊരു ട്രെൻഡിങ് ആയതിനു ശേഷം അവർ കൊണ്ടുവന്ന് കെട്ടിയിട്ടയ്ക്കുന്നതായിരിക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇതാ ഇവിടെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കെട്ടിയിടാൻ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ബ്രിഡ്ജിൻ്റെ അവസാന എൻഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആളുകൾ ഫ്രൂട്ട്സ് വിൽക്കുന്ന കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1.8 കിലോമീറ്റർ നമ്മൾ നടന്ന് വേണം എത്താനായിട്ട്. പയ്യെ നടന്ന് നമ്മൾ സമയം പോകുന്ന അറിയില്ല ഇതിലേക്കൂടെ നടക്കുമ്പോൾ. ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ മുഴുവൻ ഇതുപോലുള്ള കച്ചവടക്കാർ ചെറിയ സുവനീഴ്സൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ്. ഇതുപോലുള്ള റൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അതിൻ്റെ ഒരു പരസ്യമാണ് കേട്ടോ പുള്ളിക്കാരെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ന്യൂയോർക്കിൽ ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ വളരെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ആളുകളുള്ളതുകൊണ്ട് തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ കാണാൻ സാധിക്കും. ധാരാളം അറബ്സ് ഇവിടെ ഉണ്ട്, ധാരാളം ഇന്ത്യൻസ് ഉണ്ട്, ധാരാളം നേപ്പാളീസ് ഉണ്ട്, ധാരാളം ഈസ്റ്റ് ഏഷ്യൻസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ്, അങ്ങനെ പല ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ മെയിൻ ന്യൂയോർക്ക് ഈ ഒരു ഭാഗം അപ്സ്റ്റേറ്റ് അല്ല ഇവിടെയാണ് കേട്ടോ. ഹലോ ഭയങ്കര എന്താ പറയുക ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു ഭയങ്കര മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താ ഇവിടെ എന്തൊക്കെ വിൽക്കാനായിട്ടുണ്ട്. ഹലോ കൊള്ളാം കേട്ടോ സംഭവം. ഞാനിനി മുന്നോട്ട് പോവാണ്. ഇപ്പോഴത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ജോസ് പിസ്സ. ജോസ് പിസ്സയിൽ കയറാൻ വേണ്ടി ആരാ സ്പൈഡർമാൻ യൂസ് ടു വർക്ക്. സ്പൈഡർമാൻ ജോലി ചെയ്ത സ്ഥലം. അവൻ പിച്ചയായിട്ട് നടക്കത്തില്ലേ? സ്പൈഡർമാൻ വർക്ക് ചെയ്ത കടയാണ് കേട്ടോ ഈ കാണുന്ന ബ്രാൻഡിലാണ് സ്പൈഡർമാൻ വർക്ക് ചെയ്തതെന്ന് ഇവരുടെ മൂവിയിൽ കാണിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെ ജോസ് പിസ്സയിലോട്ട് തിരക്ക് കണ്ടില്ല. ഇവിടെ ക്യൂ വന്നിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ ആക്ച്വലി വിചാരിക്കുന്നതല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഫേമസ്. ആ കടയിൽ തിരക്കെന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്ക് കേട്ടോ. ഇതിനു വേണ്ടി മാത്രം ക്യൂ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കുറേ കാണാൻ സാധിക്കും. അവിടെ ബ്രോ നിൽക്കുവാണ് കേട്ടോ വാങ്ങാനായിട്ട്. ഞാനിവിടെ സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വേറൊരു പ്രസിദ്ധനായിട്ടുള്ള ആൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആരാ? ഇതാണ് സ്പൈഡർമാനകത്ത് നായിക. സ്പൈഡർമാനിലെ നായികയാണ് കേട്ടോ. ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഈ പീസ് എങ്ങനെയാന്ന് നോക്കട്ടെ. ടേസ്റ്റ് എനിക്കറിയില്ല. ഈ ടൊമാറ്റോ ആണോ ബ്രോ? ടൊമാറ്റോ പീസാ? ആണോ? ഇവിടെ എല്ലായിടത്തും അടിയാണ്.
അടിയാണല്ലോ പടച്ചോനെ. ഇവിടെ ഫുൾ അടിയാട്ടോ. പോട്ടെ അടി ഒരു കുരക്കില് മാത്രമേ ഉള്ളൂ, അടിയൊന്നും ഇല്ലല്ലോ. വിചാരിക്കും എവിടെയാണ് പോകുന്നതെന്നല്ലേ. നമുക്ക് തെറ്റിയില്ല, ബ്രോനെ ഞാൻ കൊണ്ടുപോകും, പേടിക്കണ്ട. ഞാനാണ് ബ്രോനെ ഇപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. ഫുൾസ്റ്റൺ സ്ട്രീറ്റ്. അങ്ങനെ നമ്മൾ വീണ്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് കയറി അവസാനം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ബ്രോ എപ്പോൾ എത്തും? ഞാനിവിടെ എത്തി. ഞാൻ പാർക്കിലോട്ട് കയറാം. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി വാ. ഓക്കെ, ഞാൻ പാർക്കിലോട്ട്. നമ്മുടെ നിക്ക് ബ്രോയും കൂടെ വരുവാണ് കേട്ടോ. നമ്മൾ ബബ്ബബ കാണാൻ വേണ്ടി വന്നാണ്. ബബ്ബബ കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല. ഹായ് നടാ, എപ്പോ വന്നു? ജോലിയൊക്കെ കഴിഞ്ഞ് പട്ടി ആശുപത്രി കൊണ്ടുപോയി തിയേറ്ററിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ സീറ്റ് നമ്പർ ഇല്ല കേട്ടോ. ഫസ്റ്റ് വരുന്നവർക്ക് ഫസ്റ്റ് നല്ല സീറ്റ് കിട്ടും. അങ്ങനത്തെ സംഭവമാണ്. ഇവരാണ് ദളപതി ബോയ്സ്. അങ്ങനെ സിനിമ കഴിഞ്ഞു. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എൻ്റെ ബ്രോ വന്ന് കാണല്ലേ, കൂളപ്പടമല്ലേ ബ്രോ? എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല, തള്ളല്ലേ, കൂളപ്പടം കേട്ടോ. ഞാൻ ഉറങ്ങി. ഞാൻ അവിടെ നിന്ന് സിനിമ കണ്ടിറങ്ങിയിട്ട് നമ്മളെ ഇത് ബാറ്റ്മാൻ ഷൂട്ട് ചെയ്ത നമ്മുടെ ബ്രിഡ്ജാണ് കേട്ടോ. പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്നത് ഇവിടത്തെ ഒരു കാർഡാണ് കേട്ടോ. ഇതിൽ സംഭവം എന്ന് പറയുന്നത്, ഇത് ഒരു പോലീസിന്റെ, ഇവിടെ ഏതെങ്കിലും സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു നമ്പർ വെച്ചിട്ടുള്ള ഒരു കാർഡുണ്ട്. ഇപ്പം ബ്രോന് ഈ കാർഡുണ്ട്. അതായത് ബ്രോന്റെ ആരോ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ചെറിയ വയലേഷൻ വല്ലതും ചെയ്തെങ്കിൽ ഇപ്പോൾ പോലീസ് പിടിച്ചു എന്ന് വെച്ചോ, അപ്പോൾ പെട്ടെന്ന് പോലീസ് വല്ലതും പിടിച്ചാൽ ബ്രോന് അഥവാ വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ബ്രോ ഈ കാർഡ് കൊടുത്തിട്ട് പറയണം, ഒന്ന് സോറി പറയണം, സോറി ഇനി ആവർത്തിക്കില്ല. എന്നിട്ട് ഈ കാർഡ് കൊടുത്താൽ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അവരൊന്ന് വാർണിംഗ് തന്നിട്ട് വിടും. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതായത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത് നിങ്ങൾക്ക് പോലീസിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് കേട്ടോ അങ്ങനത്തെ കാർഡ്. അങ്ങനെ ബ്രോ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ഉപയോഗിക്കാൻ മാത്രം പൊട്ടത്തരൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ പിടിക്കുമ്പോൾ കാണിക്കും. ഒരു വട്ടം ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ സ്പീഡിങ് ലോ ചെയ്ത് തന്നു. അതായത് ഞാനൊരു 95-ലായിരുന്നു വിട്ടത്. പുള്ളി ഇതിന്റെ അമ്മ കാണുന്നു 95-ലാണ് വിട്ടത്. അന്നേരം പുള്ളിക്കാരൻ അത് ലോവർ ചെയ്തൊരു 65-ല് തന്ന്. ഇവിടെ സ്പീഡ് ലിമിറ്റ് 55 അന്നേരം ഒരു 65-ലാക്കിയിട്ട് ലോവർ ചെയ്ത് തന്നു. അത് വേറൊരു ഇത് കേട്ടോ. നമ്മുടെ നാട്ടില് പറ്റും ഇല്ലീഗൽ ഇങ്ങനത്തെ സംഭവം ഇല്ല. പക്ഷെ എന്നാലും ആരുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നടക്കുമല്ലോ. അത് ഇവിടെ ലീഗലായിട്ട് ഒരു കാർഡായിട്ട് സംഭവം ഉണ്ട് കേട്ടോ. അത് കൊള്ളാം. സിറ്റിയിലോട്ട് പോവാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ധാരാളം ഹോംലെസ്സും ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് ധാരാളം ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ മാൻഹട്ടന്റെ സെൻട്രൽ ഭാഗത്തോട്ടൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇവിടെയാണ് പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ന്യൂ ഇയറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. പിന്നെ ടൈം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കും. ടൈം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലത്തോട്ടൊക്കെയാണ് ഞാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ക്യൂ നിൽക്കുന്നുണ്ടോ. ക്യൂ പൊതുവേ അവിടം വരെയൊക്കെ പൊതുവേ കാണാറുള്ള ക്യൂ ആണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ക്യൂ എന്ന് പറയുമ്പം ആകെ താണ്ട ഇവിടം വരെയുള്ള കേട്ടോ. ഇതെന്തോ ഫുഡിന് വേണ്ടി ആൾക്കാർ ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്ത് ഫുഡാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞുകൂടാ. എന്നെ നമ്മുടെ ബ്രോ കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എന്തോ അറബിക്ക് എന്തോ ഫുഡാണ്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഇന്ന് ക്യൂ വാങ്ങുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. കണ്ടോ, ഇത്രയ്ക്ക് തിരക്ക് കേട്ടോ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ മാൻഹട്ടൻ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗത്താണ്. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ടൈം സ്ക്വയർ ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തോട്ടാണ്. ഇതുപോലുള്ള കുറേ സ്ട്രീറ്റ് ഫുഡുകൾ കാണാം. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഫലാഫിലി ചിക്കന്, ഹലാൽ ഫുഡാണ് കേട്ടോ ഇവിടെയുള്ള മിക്ക ഭക്ഷണങ്ങളും. കാരണം ധാരാളം അറബ്സ്, കുറേ എമിഗ്രൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും ഹലാൽ ഫുഡൊക്കെയാണ്. കണ്ടില്ലേ, ഇവിടെ നിൽക്കുന്നുണ്ടോ വെയിറ്റ്. അവസാനം ഒരു 20 മിനിറ്റോളം നിന്നിട്ട് നമുക്ക് ഇവിടെ ഫുഡ് എത്തി. 100% ഹലാൽ ഫുഡ്. എന്ത് തിരക്കാണ്. ഇവർക്ക് 2 ഇതുണ്ട് കേട്ടോ.
ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. 25 മിനിറ്റ് ഇരുന്ന് കിട്ടിയത് താണ്ടെ ഇതാണ് കേട്ടോ. ഇതിനു വേണ്ടിയാണ് നമ്മൾ 25 മിനിറ്റ് കാത്തിരുന്നത്. നിങ്ങളുടെ ഫേവറേറ്റാ? അടിപൊളി, കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. ഞാനിനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ടൈംസ് സ്ക്വയറിലോട്ട് പോകുന്ന വഴി ഇതല്ല, ഇവിടെ പ്രധാനപ്പെട്ട വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. പിന്നെ ന്യൂ ഇയർ പരേഡ് ക്രിസ്മസിന്റെ പുൽക്കൂടൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഫ്ലോട്ട് പോകുന്ന പൊസഷനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ടൈംസ് സ്ക്വയറിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. ടൈംസ് സ്ക്വയർ പ്രസിദ്ധമാവുന്നതെന്ന് പറയുമ്പോൾ ഈ ബിൽ ബോർഡുകളും അഡ്വർടൈസ്മെൻറ്റ് ഇതുകളും, പിന്നെ ഇവിടെ കുറേ സ്റ്റുഡിയോസ്, തിയേറ്ററുകൾ, പിന്നെ കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള കുറേ ബ്രാൻഡഡ് സ്റ്റോറുകൾ സംഭവങ്ങളുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് മുമ്പെന്ന് പറയുമ്പം ഒരു ഗെറ്റോ പോലുള്ള ഏരിയ ആയിരുന്നു. 1990 മുന്നേ, അതായത് 1960 കാലഘട്ടത്തിൽ ക്രൈമിനും പിന്നെ ഈ ഒരു അഡൽട്ട് ഫിലിംസൊക്കെ ഷോ ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ 1990 ശേഷമാണ് ഇതെല്ലാം പുതുതാക്കി സെറ്റപ്പാക്കി ഇത്രയും കാണുന്ന ഭയങ്കര ലോകത്തിലെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിയത്. പല ബിൽ ബോർഡുകളിലും നമ്മുടെ പരസ്യങ്ങൾ വയ്ക്കാം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങ് പോവാം. വാ. ഇന്ന് മഴ ആയതുകൊണ്ടും പിന്നെ പാതിരാത്രി 2 മണി ആയതുകൊണ്ടും മാത്രം വളരെ കുറച്ച് ആളുകളെ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പൊതുവെ വന്നാൽ ഇതാണ് നമ്മുടെ ഫാദർ ദുഫി. ഫാദർ ദുഫി ആരാ? ഫാദർ റഫി. എനിക്കറിയാൻ പോയി ആരാന്ന്. എന്നെ അമ്മനെ കുരിശൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ക്രിസ്ത്യാനിറ്റിയിലെ ഭാഗമാണോ? അല്ല, ഇത് ഫാദർ ദുഫി. ഒരു ഫ്രീഡം ഫൈറ്ററിനെ പോലെ ഉണ്ടോ? പുള്ളി ഏതോ റെവല്യൂഷണറിസ്റ്റോ എന്തോ ആണ് കേട്ടോ ഫാദർ ദുഫി. ഇവിടെ ഉള്ള ആളുകൾക്ക് ആർക്കും പറഞ്ഞുകൂടാ. കണ്ടില്ലേ, ഫുള്ള് ബിൽ ബോർഡുകൾ വെച്ചിട്ടുള്ള ഒരു വമ്പൻ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ലക്ഷക്കണക്കിന് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരസ്യങ്ങൾ വയ്ക്കാം. മൂവി പ്രൊമോഷൻസ് ഇവിടെ ചെയ്യാറുണ്ട്. ഇന്നത് ആളുകളെ ഇല്ല കേട്ടോ, ഈ ഒരു സ്ഥലത്ത് ആളുകളെ ഇല്ല. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഭയങ്കര ഗെറ്റോ ആയിട്ട് ക്രൈമിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത്രയും വലിയ ലോകപ്രശസ്തമായിട്ടുള്ള ടൈംസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആളുകളുടെ വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ ലോകത്തിലെ തന്നെ. നമ്മുടെ ന്യൂ ഇയറിന് കൗണ്ട് ഡൗൺ വന്നിട്ട് ന്യൂ ഇയർ ഇന്ന് 2025 എന്ന് എഴുതിയിരിക്കുന്നത്. 2026 ആകുമ്പോൾ കൗണ്ട് ഡൗൺ വരുന്നത് ഈ ഒരു ഇതിലാണ്. എന്താ മണ്ടയ്ക്ക് ഫോട്ടോ കീച്ചു തരാം. ഓക്കെ, ചില വീടായിട്ടുള്ള ആളുകളെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ന്യൂയോർക്കിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഡ്രഗ്സ് ആക്കിയതുള്ളത്. പുള്ളിക്കാരെ കുറേ നേരമായിട്ട് വീടായിട്ട് ഇങ്ങനെ നടക്കുക. ഏതോ ഒരു ഫിലിമിലെ ആ ഒരു മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാറാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർ കേട്ടോ. ഇതിൽ കുറേ ഫോണൊക്കെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, കുറേ ഫോണുകൾ. നല്ല രസമുണ്ട് കേട്ടോ. ഷോക്കേസിങ് ആയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. എനിക്കറിയില്ല ഇത് ഓടിക്കാൻ പറ്റുന്ന കാറാണോ എന്ന്. ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടി വന്നു. ഇത് ലൈറ്റ് ഇട്ടാൽ മനോഹരമായിരിക്കും. ബ്രോ പോയി ചോദിക്കാൻ വേണ്ടി പോവാ, ലൈറ്റ് ഇടാൻ വേണ്ടി ആൾക്കാരുടെ അടുത്ത്. ബ്രോന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന്. Sorry? Oh, we just missed it. 2 o'clock they turn off the light. Oh my god. We are very unlucky. അതാണ്ട് ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് 2 മണി വരെ ഉള്ളൂ. ഇപ്പോൾ 2 മണി കഴിഞ്ഞ കേട്ടോ. 2 മണിക്ക് ഇവിടുത്തെ ലൈറ്റ് ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇത് ഈ കാണുന്ന എല്ലാം നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനോട് ബന്ധിപ്പിച്ചതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ദേവാലയം. ദേവാലയത്തിലെ ലൈറ്റ് ഇല്ല കേട്ടോ.